ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് നമ്പർ 82 ഡേ 81 നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എഗെയിൻ ആൻഡ് എഗെയിൻ റിപ്പീറ്റഡ് ആയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സോ ഈ എപ്പിസോഡ് തന്നെയാണ് അതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കുറച്ചുകൂടെ നിങ്ങൾ എപ്പിസോഡിൽ കണ്ടതിനേക്കാൾ കുറച്ചും കൂടെ വളരെ ഇലാബറേറ്റ് ചെയ്ത് ഞാൻ അത് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ എൻ്റെ ഒപ്പീനിയൻ ഞാനത് കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലോട്ട് വരാം. മെയിനായിട്ട് ഇന്ന് നടന്ന ഇഷ്യൂസിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ഷാനവാസിനെ ആ ഒരു ഇഷ്യൂ. അതിനകത്ത് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല. ബിഗ് ബോസ് തന്നെ അതിന്റെ വിഷ്വൽസ് ഒക്കെ വളരെ വൈഡായിട്ട് വെച്ചിട്ടുള്ള നമ്മൾ എന്താണോ ലൈവിൽ കണ്ടത് ആ ഒരു വിഷ്വൽസ് തന്നെയാണ് എപ്പിസോഡിനകത്ത് വെച്ചിട്ടുള്ളത്. അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം വന്നപ്പോഴത്തേക്ക് വീണ്ടും ഒരു കുൽസിതം കൂടി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നൂറയുടെ നേവലിൽ ആരും നോക്കിയില്ല ഇങ്ങനെ കാണിച്ചു എന്നുള്ള രീതിയിലാണ് അതിനകത്ത് ഭയങ്കര ദേഷ്യപ്പെടുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നത് അതൊക്കെ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ അനുമോളുടെയും അനീഷിന്റെയും ഒരു ലവ് ട്രാക്ക് ഞാൻ പറഞ്ഞതല്ല, ഇന്നത്തെ കുറെ ലൈവിന്റെ ഭാഗം കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഹോട്ട്സ്റ്റാറിന്റെ അടി വന്ന കമന്റ്സിനകത്ത് നോക്കുമ്പോൾ തന്നെ അനുമോള് അനീഷ് ലവ് കോംബോ എന്നുള്ള രീതിയിൽ കുറെ കമന്റ്സ് വരുന്നുണ്ടായിരുന്നു. മേ ബി അതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഈ അനീഷിന്റെയും അനുമോളുടെയും സ്വഭാവത്തിലുണ്ടായ കുറച്ച് മാറ്റങ്ങളായിട്ട് സംസാരിക്കാൻ അതുകൊണ്ട് പറയാം. നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക്ക് ഷാനവാസിന്റെ ആ ഒരു കൊളാപ്സിനെ പറ്റി പറയാം. ഇവിടെ നെവിൻ നെഞ്ചത്തടിച്ചതാണോ അല്ലെങ്കിൽ ആ പാല് കവർ പോയി ഷാനവാസിന്റെ നെഞ്ചത്ത് കൊണ്ടതാണോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ട കാര്യം. അതാണോ റീസൺ എന്താണ്, ഷാനവാസ് മറിഞ്ഞു വീണുള്ള റീസൺ എന്താണ് എന്നുള്ളതാണ്. അത് നമുക്ക് വിഷ്വൽസിനകത്തും അധികം നമുക്ക് ക്ലിയർ ആയിട്ടില്ല. ആരും അതിനെപ്പറ്റി പറഞ്ഞ് അതിൻ്റെ അകത്ത് കേട്ടിട്ടില്ല. ഞാൻ ആദ്യം ഇവര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇട്ട ഒരു പ്രൊമോ കാണിക്കാം. ഈ പ്രൊമോ നോക്കുവാണെങ്കിൽ വളരെ ക്ലോസ് അപ്പ് ആയിട്ടുള്ള ഷോട്ടാണ് ഈ പ്രൊമോയ്ക്ക് അത് കാണാൻ പറ്റുന്നത്. ഇവർ തമ്മിലുള്ള അടി കണ്ടില്ല, വളരെ ക്ലോസ് അപ്പ് ആയിട്ടുള്ള ഷോട്ടാണ്. തൊട്ടടുത്തൊരു ക്യാമറ ഇരിക്കൊണ്ട് ആ ഒരു ക്യാമറയിൽ നിന്ന് വന്ന ഷോട്ടാണ് കാണിക്കുന്നത്. എന്നാൽ നമുക്ക് എപ്പിസോഡിൽ വന്നപ്പോഴത്തേക്ക് ഈ ഷോട്ട് വളരെ ദൂരെയായി കണ്ടില്ലേ, ലോങ് ഷോട്ടാണ് കാണിക്കുന്നത്. നമുക്ക് പ്രൊമോയിൽ കാണിച്ച ഷോട്ട് ഇവർ എപ്പിസോഡിനകത്ത് കാണിച്ചിട്ടില്ല. മേ ബി എന്തെങ്കിലും ഇഷ്യൂ ഇവർക്ക് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും. കഴിഞ്ഞ വട്ടത്തെ റോക്കി സിജോ ഇടിക്കുന്ന ഒരു ഇഷ്യൂ ഭയങ്കരമായിട്ട് കത്തിയതാണ്. ബിഗ് ബോസിനെ തന്നെ അത് ഭയങ്കരമായിട്ട് ബാധിച്ച ഒരു സംഭവമാണ്. അത് ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം അത് റേറ്റിംഗ് കൂടി. പക്ഷെ എന്നാൽ പോലും അത് ഭയങ്കരമായിട്ട് അത് ആ ഒരു ഷോയെ ബാധിച്ച ഒരു കാര്യമാണ്. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം. മേ ബി അങ്ങനെ എന്തെങ്കിലും ഒരു കോൺസിക്വൻസ് വിചാരിച്ചിട്ടായിരിക്കും ഇവർ ആ പ്രൊമോയ്ക്ക് അത് കാണിച്ച ആ ഒരു വിഷ്വൽസ് നമ്മളെ എപ്പിസോഡിനകത്ത് കാണിക്കാൻ. അപ്പോൾ സാധാരണ രീതിയിൽ പ്രൊമോയ്ക്ക് അത് കൂടുതലും വൈഡ് ആംഗിൾ ഷോട്ട് ആയിരിക്കും കാണിക്കും. എന്നിട്ട് എപ്പിസോഡിൽ വരുമ്പോഴായിരിക്കും ക്ലോസ് റേഞ്ചിലുള്ള ഷോട്ട് കാണിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ പ്രൊമോയിൽ കാണിച്ച ഒരു കാര്യം ഞാനൊന്ന് വളരെ സ്ലോ മോഷനിൽ ഒന്ന് കാണിക്കും. വളരെ ആ പ്രൊമോയുടെ ഏറ്റവും അവസാനത്തോട്ട് വരുമ്പോഴത്തേക്കും ഒരു സംഭവമാണ്. സോ ഇവിടെ നെവിൻ ഷാനവാസിനെ അടിക്കാൻ പോകുന്നത് തൊട്ടുമുള്ള ആ ഒരു രംഗമാണ്. സെക്കൻഡ് മാത്രമേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ നെവിന്റെ കൈ വന്നിട്ട് ഷാനവാസിന്റെ ആ കൈയല്ല, ആ പാല് വന്നിട്ട് ഷാനവാസിന്റെ നെഞ്ചിട്ട് തട്ടുന്നത് കാണാൻ പറ്റും. ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം. വളരെ സ്ലോ ആയിട്ട് കാണിക്കുകയാണ്. നിങ്ങൾ കാണുന്നത് പാലെടുത്ത് ആദ്യം പുറത്തോട്ട് ഒഴിക്കുന്നു, എന്നിട്ട് കൈ കണ്ട പുറത്തോട്ട് ബാക്കിലോട്ട് പോകുന്നു. ഇത് വളരെ മൈന്യൂട്ട് ഒരു സെക്കൻഡ് മാത്രമേ നമ്മൾ കാണിച്ചുള്ളൂ. അവിടെ വെച്ച് ഇവർ കട്ട് ചെയ്തിട്ട് പോവാണ്. എന്നിട്ട് കണ്ടോ ആ ഒരു പോയിന്റ് ഫ്രീസ് ചെയ്ത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് അപ്പോഴത്തേക്ക് അവിടെ ഒന്നുകൂടെ കാണിക്കാം. കണ്ടോ ഇടിക്കുന്നുണ്ടോ, കണ്ടോ അവിടെ ആയിട്ട് ആ സാധനം ഇടിക്കുന്നുണ്ട്. ഈ ആ ഒരു ഇടി കാരണമാണ് ഷാനവാസ് മറിഞ്ഞ് വീണത് അല്ലെങ്കിൽ അവിടെ ഒരു കൊളാപ്സായത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അത് എനിക്ക് വളരെ വളരെ മൈൽഡായിട്ട് ഇടിയായിരിക്കും. പക്ഷെ സൗണ്ട് എന്നാൽ ഇടിക്കുന്ന സൗണ്ട് വീഡിയോയ്ക്കകത്ത് ക്ലിയർ ആയിട്ട് കേൾക്കാം. ഇനി ഞാൻ വേറൊരു വീഡിയോ കൂടെ വെക്കാം. ഈ മറിഞ്ഞ് വീണതിന് ശേഷം ഷാനവാസ് ക്ലിയർ ആയിട്ട് പറയുന്നത് നെവിൻ എന്റെ നെഞ്ചത്ത് എറിഞ്ഞു. നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇത് കേൾക്കണം. അത് കാര്യം 100 ഇതിനിടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. അന്നേരം ഷാനവാസിന്റെ സൗണ്ട് ലോ ആവും. അതുകൊണ്ടാണ് വളരെ ക്ലിയർ ആയിട്ട് കേട്ടോണേ. അത് നെഞ്ചത്ത് എറിഞ്ഞു ഇങ്ങനെയാണ് പറയുന്നത്. നെഞ്ചത്ത് എറിഞ്ഞു ഒന്നുകൂടെ വേണേ വെക്കാം. ഇനി കേട്ടില്ലെങ്കിൽ നിങ്ങൾ എപ്പിസോഡിനകത്ത് നെഞ്ചത്ത് എറിഞ്ഞു ഇതാണ് പറയുന്നത്. സോ നെഞ്ചത്ത് എറിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരന് ആ ഒരു അസ്വസ്ഥത അവിടെ ഫീൽ ചെയ്യുന്നത്. അത് പുള്ളിയുടെ വാഗുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്നേരം
അത് വേറെ റീസൺസ് അല്ല. മേ ബി നമ്മളെ ആ നെഞ്ചത്ത് എറിയുന്ന ആ ഒരു ഷോട്ട് നമ്മളെ കാണിക്കാത്തതായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ലാലേട്ടന്റെ എപ്പിസോഡിൽ ചിലപ്പോൾ അത് കാണിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കണം നെവിനെ കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ഷാനവാസ് വന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞത്. നെവി ഷാനവാസിന്റെ അടുത്ത് ചോദിക്കും, ഷാനവാസിന്റെ പരാതി വല്ലതും ഉണ്ടോ, ഇതൊരു ഫിസിക്കൽ അസോൾട്ട് ആയിട്ട് എടുക്കണോ, അതുകൊണ്ടായിരിക്കും ഷാനവാസ് വന്നതിന് ശേഷം സംസാരിക്കാമെന്ന് നെവിന്റെ കൺഫെഷൻ റൂമിൽ കയറ്റി പറഞ്ഞിരിക്കുന്നു. ലാലേട്ടൻ വരുന്ന സമയത്തായിരിക്കും ഈ ഒരു കാര്യം ചർച്ച ചെയ്യുന്നത്. ഇനി മിക്കവാറും ഷാനവാസ് ലാലേട്ടന്റെ എപ്പിസോഡിലായിരിക്കും വരുന്നത്. നാളെ എന്തായാലും വരാൻ പോകുന്നില്ല, മിക്കവാറും വരത്തില്ല. അത് ബിഗ് ബോസിന്റെ ഒരു കളി അങ്ങനെ ആയിരിക്കും. മിക്കവാറും ലാലേട്ടന്റെ എപ്പിസോഡിലൂടെ ഷാനവാസിനെ കൊണ്ടുവന്നാലേ അതിന്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ, ആ ഒരു ഇമ്പാക്ട് കിട്ടത്തുള്ളൂ. എന്നിട്ട് ലാലേട്ടനായിരിക്കും ഷാനവാസിനെ എടുത്ത് ചോദിക്കാൻ പോകുന്നത്. ഷാനവാസിന് എന്തെങ്കിലും പരാതിയുണ്ട്, ഷാനവാസിന് ആ ഒരു ചർച്ച ആ ഒരു ശനിയാഴ്ച ആയിരിക്കും നടക്കാൻ പോകുന്നത്. എന്നുവെച്ചാൽ ഫൈനൽ ജഡ്ജ്മെന്റ് ചിലപ്പം ഷാനവാസിന് വിട്ടുകൊടുക്കാൻ സാധ്യതയുണ്ട്. മറ്റേ രജിത് കുമാറിനെയൊക്കെ പുറത്താക്കിയില്ലേ, അല്ലെ കണ്ണിൽ മുളക് തേച്ച സീനില്. അന്നത്തെ പെണ്ണിന്റെ കണ്ണിൽ മുളക് തേച്ച പെണ്ണിന്റെ ഒരു മസ്താനി അങ്ങനെ വരില്ലായിരുന്നു. ചിലപ്പോൾ അതിന്റെ അടുത്ത് ചോദിച്ച പോലെ ഷാനവാസിനെ ചോദിക്കരുത്, മേ ബി സാധ്യതയാണ്. സോ എന്റെ ഒരു അനുമാനം വെച്ചിട്ട് ഷാനവാസിന് മിക്കവാറും ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ നെവിൻ എറിഞ്ഞതാണ് ഇവരുടെ കാലം. അതിലൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കും. സോ എന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം, ഇവനെ ഇടം തലം നോക്കാതെ പുറത്താക്കുക എന്നുള്ളതാണ്. ഇവന്റെ ഒരു ഫ്രണ്ട് ഒക്കെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് തൽക്കാലം ഞാനോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിനകത്ത് നമുക്കറിയില്ല ശരിയാണോ. ഇവന്റെ ഒരു കാര്യത്തെ പറ്റിയാണ്, അതാണ് അതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു നമുക്ക് തെളിവൊന്നുമില്ല, എനിക്ക് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം, നെവിൻ എന്ന് പറയുന്ന പ്ലെയർ വ്യക്തി ഈ ഒരു ഗെയിമിനകത്ത് അൺഫിറ്റാണ്. അവനെ അതിനകത്ത് നിർത്തരുത്. അവൻ വളരെ അൺഫിറ്റാണ്. അവൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന റൂഡായിട്ടുള്ള കാര്യം ഒരു ആൾക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതല്ല. അവൻ ഭയങ്കര അൺഫിറ്റായിട്ടുള്ള വ്യക്തിയാണ്. കാര്യം ഇവന്റെ അഗ്രഷൻ പല സമയത്തും ഇവന്റെ അഗ്രഷൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ അനുമോളെടുത്തൊക്കെയാണെങ്കിൽ ചാടി കളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവൻ അടിക്കും ഇങ്ങനെ ഒരാളെ പേഴ്സണൽ സ്പേസിലോട്ട് ഇങ്ങനെ വലിഞ്ഞു കയറി നിൽക്കുകയാണ്. ഇവൻ എന്ത് ടൈപ്പാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. സീരിയസ്ലി ഇന്ന് ആരും എടുത്ത് പോയിട്ട് ചോദിക്കുന്നു, നമ്മൾ തമ്മിൽ ഇതിവിടെ ഇറങ്ങിയിട്ടൊരു ഡേറ്റിന് പോകും. അതിൽ ആരും ഡേറ്റ് എന്ന് ചോദിക്കാൻ സമയത്ത് അല്ലടാ ഫ്രണ്ട്ഷിപ്പ് ഡേറ്റിന് പോകും. എനിക്കറിയില്ല ഫ്രണ്ട്ഷിപ്പ് തമ്മിൽ ഫ്രണ്ട്സ് തമ്മിൽ ഡേറ്റ് പോകാറുണ്ടോ. ഇവൻ ആര്യൻ്റെ കൂടെ ഡേറ്റിന് പോകണമെന്ന് പറയുന്നുണ്ട് ഫ്രണ്ട്സ് തമ്മിൽ. അന്നേരം ആര്യം പറയുന്നുണ്ടാവും അതിനും നമുക്ക് ഇറങ്ങാനൊക്കെ പോലെ. അങ്ങനെയല്ല ക്യാൻഡിൽ ഒക്കെ കത്തിച്ചിട്ട് എന്തുകൂടെ ഇവൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇവൻ എന്താ ഉദ്ദേശിക്കുന്നത് സീരിയസ്ലി. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ടിവിക്കാർ ഇറങ്ങി വരും എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും. ഇവൻ പറഞ്ഞേക്കുന്ന അതല്ലെന്നാണല്ലോ. എന്നിട്ട് ഭാര്യയെ കിടക്കുന്നതിന്റെ കൂട്ട് അക്ബറിന്റെ നെഞ്ചത്ത് പോയിട്ട് കിടന്നിട്ട് ഓരോ മൂവിന്റെ ഡയലോഗ് അതൊക്കെ അടിക്കുന്നു. പിന്നെ മൈൻഡിൽ ഇങ്ങനെ ഒരു അബ്സോർട്ടായിട്ട് ഇങ്ങനെ ബിഹേവ് ചെയ്ത് പോയി ഫീൽ ചെയ്യുന്നുണ്ട്, സീരിയസ്ലി ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നു നെവിനെന്ന് പറയുന്ന വ്യക്തി ഈ ഗെയിമിൽ ബിഗ് ബോസിൽ കളിച്ചിട്ടാണ്. ഇത്രയും നാളിനകത്ത് എങ്ങനെ നിന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ ഒരു കാര്യത്തിൽ ഒരു ഇളവ് കൊടുക്കരുത്, ഇങ്ങനെ പുറത്താക്കണം എന്നല്ലാതെ വേറെ ഒരു അഭിപ്രായമില്ല. ഇന്ന് സമ്മർ മീഡിയയുടെ ഒരു ബോർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ. അതിനകത്ത് 1,74,000 ആൾക്കാരാണ് വോട്ട് ചെയ്തേക്കുന്നത്. പുള്ളിക്കാരൻ ഇട്ടേക്കുന്ന ബോർഡ് നെവിനെ പുറത്താക്കണം അല്ലെങ്കിൽ പുറത്താക്കണ്ട എന്നുള്ള രീതിയിൽ 2 ബോർഡാണ് ഇട്ടേക്കുന്നത്. അതിനകത്ത് ഈ 1,74,000 പേര് വോട്ട് ചെയ്യുന്നതിനകത്ത് 91% ആളുകളും പറഞ്ഞു പുറത്താക്കണം. അത്രയ്ക്ക് ജനരോക്ഷമാണ് നെവിനെന്ന് പറയുന്ന വ്യക്തിയോട്. അത്രയ്ക്ക് നെഗറ്റീവായിട്ടുണ്ട്. ഇവൻ നെഗറ്റീവിന്റെ പൊട്ടുകൂടിയിലാണ് നിൽക്കുന്നത്. ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് മറ്റേ രജിത് കുമാറൊക്കെ വന്നിരുന്നിട്ട് കൊണയടിക്കുന്നുണ്ട്. എന്റെ പൊന്ന് ഇങ്ങനത്തെ നാളമുള്ളത് ഈ മനസ്സിലാവുന്നില്ല. രജിത് കുമാറിനൊക്കെ അയ്യേ വെറും നാളമില്ലാതെ വന്നതിന് സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ മുമ്പ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പല ടീംസും ഇപ്പം തെറികളി മേടിച്ചിട്ട് സപ്പോർട്ട് മാറ്റി പറയുന്നുണ്ട്. എക്സാമ്പിൾ റെന. പിന്നെ നമ്മുടെ ലക്ഷ്മി തമ്പുരാട്ടിയുടെ അതിനെപ്പറ്റി ഒന്നും കേട്ടില്ല, മിണ്ടാതിരിക്കുമായിരിക്കും. കാര്യം ഇവരൊക്കെ നെവിന്റെ ഭയങ്കര മൂടുതാങ്ങികളായിരുന്നല്ലോ. നെവിൻ സൂപ്പർ, നെവിൻ കിടിലാണെന്നൊക്കെ പറഞ്ഞ് നടന്ന ടീംസ് ആയിരുന്നല്ലോ. അത് പലരും ഇപ്പൊ നെവിന്റെ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന പലരും ഇപ്പം അനങ്ങുന്നില്ല. ഈ രജിത് കുമാറിന്റെ ഒക്കെ വീഡിയോ അടി വന്നേക്കുന്ന കമന്റ് എനിക്ക് വേണം അത് എടുത്ത് എക്സ്ട്രാ വെച്ച് 4 പറയാനുണ്ട്. അമ്മാതിനെ തോന്നിയതാണ് അങ്ങനെയാണെന്ന് പറയണം. ഹിന്ദി ബിഗ് ബോസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അയ്യേ അതിന്റെ അടി വന്നേക്കുന്ന കമന്റ് കാണുമായിരുന്നു. ഇങ്ങനെ കണ്ട് വോട്ട് ചെയ്തതിൽ ഞാനിപ്പോ റിഗ്രറ്റ് ചെയ്യുന്നു. ഈ മരവാഴയാണല്ലോ ഞാനൊന്ന് സപ്പോർട്ട് ചെയ്തത്, ഈ നാടിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ജയിം എടുത്തത്. ഇങ്ങനെയൊക്കെ ഈ രീതിയിലുള്ള കമന്റ് പൂവത്തെറിവിടെയാണ് അതിന്റെ അകത്ത് ഇങ്ങനെക്കെതിരെ അയ്യേ. അതുപോലെ തന്നെ ഉമ്മാരുടെ ക്യാപ്റ്റൻസി ജിയോ ഇട്ട ഒരു പോളാണ്. ഈ 3 അമ്മമാരുടെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ട്? ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി 3 ക്യാപ്റ്റന്മാർ ഒരുമിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞ് ഇട്ടേക്കാണ്. അതിന്റെ അടി വന്നേക്കുന്ന കമന്റ്സ് ആണ് 3 വാഴകൾ ഒരുമിച്ച് 2636 പേര്. അത് ഞാൻ കാണുമ്പോൾ അത് കമന്റ് ചെയ്തേക്കുന്നത്. ബിഗ് ബോസിന്റെ ഏറ്റവും വലിയ പരാജയം ഈ 3 ക്യാപ്റ്റന്മാരാക്കിയത്. അതിനും 2500+ ലൈക്ക് കൊണ്ട് വളരെ മോശം അഭിപ്രായം. ബിഗ് ബോസ് കണ്ടതിൽ വെച്ച് ഏറ്റവും ബോറായ ക്യാപ്റ്റന്മാർ. അയ്യോ കഷ്ടം, ക്യാപ്റ്റൻസി ഉണ്ടായിരുന്നു, ലോക പരാജയം, വൻ പരാജയം. ഒരു നല്ല ഒരു പോസിറ്റീവ് കമന്റ് ഇല്ല ഇവന്മാർക്ക് 3 എണ്ണത്തിന്. 3 എണ്ണത്തിന് എനിക്കാണെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ആഴ്ച നെവിനേക്കാളും കൂടുതൽ പുറത്താകാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തി ഇപ്പൊ നിലവിൽ അക്ബറാണ്.
ഇപ്പൊ അക്ബർ ഈ ആഴ്ച രണ്ടുപേരും പുറത്താവുകയാണെങ്കിൽ ഒന്ന് അക്ബർ നെവിനായിരിക്കും പുറത്താവുന്നത്. സോ എന്താണെന്ന് അറിയില്ല. കാര്യം ഇവന്റെ കൂടെ നിന്ന് ഈ അക്ബർ മാരക നെഗറ്റീവായി മാറിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ അവരുടെ സപ്പോർട്ട് സാധാരണ ആൾക്കാർക്ക് തോന്നി വന്നതാണ്, മര്യാദയ്ക്ക് കയറി വന്നതാണ്. തീർന്നു. ക്യാപ്റ്റൻ 3 ക്യാപ്റ്റന്മാർ അങ്ങോട്ടാക്കി തീർന്നു. 3 കഥ. വേറെ ഒന്നും പറയാനില്ല. ചൊട്ടിന് കൈ കൊടുക്കും. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ കാൽക്കുലേഷൻ കംപ്ലീറ്റ് തെറ്റി. ഈ 3 കൂടെ ക്യാപ്റ്റന്മാരാക്കിയ സമയത്ത് ബിഗ് ബോസ് വിചാരിച്ചാണ് ഇവന്മാരുടെ തമ്മിലുള്ള ആശയ വ്യത്യാസം കാരണം ഇവന്മാര് തമ്മിൽ ചിലപ്പോൾ അടി ഉണ്ടാക്കുമെന്നായിരിക്കും ബിഗ് ബോസ് കരുതി വെക്കും. പക്ഷെ ഇവന്മാർക്കെതിരെ കംപ്ലീറ്റ് ഹൗസ് തിരിഞ്ഞു നിൽക്കുമെന്ന് വിചാരിച്ചില്ല. ഇത് ഇവന്മാര് 3 ബാക്കിയുള്ള ഒരു 6 പേര് തമ്മിലുള്ള ഫൈറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് വളരെ ഫെയർ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അനീഷ് മാത്രമേ ഉള്ളൂ. ആരുടെയും പക്ഷം പിടിക്കാതെ വളരെ ഫെയർ ആയിട്ട് നിൽക്കുന്ന വ്യക്തി അനീഷ് മാത്രമേ ഉള്ളൂ. പിന്നെ സാവുമോൻ, അത് പിന്നെ കൂട്ടണ്ട, അതിന് അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് ആലോചിക്കുന്നില്ല. കൈയാളിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി അത്രേ ഉള്ളൂ നമ്മൾ സാവുമോനെ കൂട്ടുന്നത്. അത് പിന്നെ പണ്ടും അങ്ങനെയാണ് ഇപ്പോഴും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ ഇന്നത്തെ വേറെ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ ആദ്യം അനുഭവം ആ അടുക്കളയിൽ നിന്നിട്ട് ഇന്ന് ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം പറയുന്ന ഒരു ഡയലോഗ്, ഇവന്മാര് മനഃപൂർവ്വമാണ് ഫുഡ് ഉണ്ടാക്കാത്തത്, ഫിസിക്കൽ അറ്റാക്ക് ചെയ്ത് നമ്മളെ പുറത്താക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഫുഡ് തമ്മിൽ വീക്കാക്കിയിട്ട് തളർത്തി പുറത്താക്കുക, അങ്ങനെ ഒരു പ്ലാൻ വെച്ചിട്ടാണ് ഇവന്മാർ ബിഹേവ് ചെയ്യുന്നത്. അത് കേട്ട സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവന്മാര് വെറുതെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യത്തിൽ കുറച്ച് സംസാരിക്കുകയാണ്. പിന്നീട് ഞാനൊന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ അതിനൊരു സാധ്യതയില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീക്കിൽ ഇവന്മാർ 3 ക്യാപ്റ്റന്മാരാക്കി. ഈ 3 അവന്മാരും അടുക്കളയിൽ കയറാൻ നല്ല പണിയുള്ളവന്മാരാണ്. അവിടെയുള്ള ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റിനേക്കാൾ കൂടുതൽ പണിയുള്ളത് ഈ ഒരു അടുക്കളയിലാണ്. എന്നിട്ടും ഇവര് 3 പേരും കൂടെ അടുക്കള വരണം ഏറ്റെടുത്തേക്കാണ്. ഈ സെയിം വീക്കിൽ തന്നെയാണ് ടിക്കറ്റ് ടു ഫിനാലെ ലാലേട്ടൻ ലോഞ്ച് ചെയ്യുന്നത്, ലാലേട്ടൻ പ്രഖ്യാപിക്കുന്നത്. അത് കഴിഞ്ഞ് ആദ്യത്തെ വീക്കിൽ ടാസ്ക് വന്നു. ടാസ്കിനകത്ത് ആഹാരം കഴിക്കാൻ വന്ന സമയത്ത് ആദില കുഴഞ്ഞു വീഴുകയുണ്ടായി. ഇത് എന്റെ ഒരു വെർഷനാണ്. ഇങ്ങനെ ആയിരിക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതൊരു സാധ്യതയാണ്. ആദില ആ ഒരു പറഞ്ഞു വെച്ചിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ആദ്യത്തെ ആ ഒരു ടാസ്കിൽ ആദില ആഹാരം കഴിക്കാൻ വന്നപ്പോഴത്തേക്കും ആദിലേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ആദില കളഞ്ഞു. സോ ഫസ്റ്റ് എൻഡ്യൂറൻസ് ടാസ്ക് ആണ്. അപ്പോൾ ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടി, എൻഡ്യൂറൻസ് ടാസ്ക് ആയിരിക്കും കൂടുതൽ വരുന്നത്, പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കണം എന്ന് വെച്ചാൽ എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റും. ആദ്യത്തെ ഒരു ദിവസമൊക്കെ മര്യാദയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. പിന്നീട് യുവമാര് ഫുഡ് ഉണ്ടാക്കിയില്ല. പിന്നീടുള്ള നെക്സ്റ്റ് ഡേ കണ്ടാണ് ഫുഡ് ഉണ്ടാക്കാതിരുന്നത്. 2 നേരം മാത്രമാണ് ആഹാരം ഉണ്ടാക്കിയത്. അത് ആഹാരം ഉണ്ടാക്കാൻ സമയം ഉണ്ടായിരുന്നു, എന്നിട്ട് ഇവർ ആഹാരം ഉണ്ടാക്കിയില്ല. അത് കഴിഞ്ഞ് അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും, ഇപ്പൊ അനുമോള് പണിയെടുക്കുന്നില്ലെന്ന് പറയുകയാണെങ്കിൽ, നൂറ പണിയെടുക്കുന്നില്ലെന്ന് പറയുകയാണെങ്കിൽ, ആദ്യം ഇവന്മാര് കട്ട് ചെയ്യുന്നത്, പ്രത്യേകിച്ച് നെവിൻ കട്ട് ചെയ്യുന്നത് ഫുഡ് തരത്തില്ല, പണിയെടുത്താലേ ഫുഡ് തരും. ഇത്രയും വീക്കില് എത്രയോ തവണ അനുമോള് പണിയെടുക്കാതിരുന്നിട്ടുണ്ട്, ബാക്കിയുള്ള ആളുകൾ ഉടക്കി മാറിയിരുന്നിട്ടുണ്ട്. ആ സമയത്ത് എപ്പോഴെങ്കിലും ഫുഡ് തരില്ല എന്നും പറഞ്ഞ് ഏതെങ്കിലും കിച്ചൺ ടീം വന്നിട്ടുണ്ട്. ഇവന്മാർ ആദ്യം ചെയ്യുന്ന പരിപാടി ഫുഡ് തരില്ല, ഫുഡ് കട്ട് ചെയ്യാണ്, ഇതങ്ങ് പറയും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഫുഡ് തരാൻ പറയും. അപ്പോഴത്തേക്ക് മറ്റേ ആളെ ഗൾപ്പിക്കുന്നതിന്റെ മാക്സിമം വെറുത്തും പിന്നെ അവർക്ക് റെസ്പെക്ട് ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലോട്ട് വരും. അന്നേരം ആദ്യം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം പറയും ഭയങ്കര മാനിപ്പുലേറ്റ് ചെയ്യുന്നു പറയാൻ തോന്നി. പക്ഷേ ഇങ്ങനെ ഒരു സാധ്യത അവിടെ ഇല്ല എന്ന് ഞാൻ ആലോചിക്കും. ചിലപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും ദൂരായിട്ടുള്ള നെവിനൊക്കെ ഇത് ചിലപ്പോൾ മൈൻഡ് ചെയ്തിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. ആളുകൾക്ക് ഫുഡ് കൊടുക്കണ്ട, ടിക്കറ്റ് പിന്നാലെ ടാസ്ക് വരുന്നത്, നീക്ക് ഫുഡ് കഴിക്കാൻ നിന്നാൽ മതി, അല്ലെങ്കിൽ ബിനു ഫുഡ് കഴിച്ച് നിന്നാൽ മതി എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എന്നാലോചിച്ചു പറയാൻ ഒരു റീസണും കൂടെ ഉണ്ട്. ഈ ടാസ്ക് ടിക്കറ്റ് പിന്നാലെ ഇന്ന് അവസാനിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിരിക്കുന്ന വ്യക്തികളാണ്. ആ ഫസ്റ്റ് 100 ഇവന്മാര് ഉപേക്ഷിച്ചു 100 കടത്തി വെട്ടിക്കുന്നു. അത് കഴിഞ്ഞിരിക്കുന്ന 3 താരങ്ങൾക്ക് ആരെയും 50, 39, 34, 32 3 പേരും കിച്ചൺ ക്യാപ്റ്റൻ. ഫുഡ് ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പെർഫോമൻസ് താന്നു കഴിഞ്ഞാൽ 3 കിച്ചൺ ക്യാപ്റ്റന്മാർക്കും അല്ലെങ്കിൽ ഈ 3 കിച്ചൺ ക്യാപ്റ്റനിൽ ഒരാൾക്കും മുന്നിലെത്താം. അല്ലെങ്കിൽ 100 വെട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സംഭവം അവിടെ ചെയ്തുകൂടാന്നില്ല. ഇത് എന്റെ ഒരു പെർസ്പെക്റ്റീവാണ്. എനിക്ക് തോന്നിയ ഒരു കഥയായിട്ട് നിങ്ങൾ കേട്ടാൽ മതി. ഞാൻ ഇങ്ങനെ ആണ് എന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല, ഇങ്ങനെയും ചെയ്യാം. കാര്യം എന്ന് പറഞ്ഞാൽ ഇവന്റെ ഈ നാറി നെവിന്റെ ഇത്രയും വൃത്തികെട്ട ഒരു തരത്തിലുള്ള ഹ്യൂമാനിറ്റി, ആരിന്റെ വേർഡ് തന്നെ കടമെടുക്കണം, ഒരു തരത്തിലുള്ള ഹ്യൂമാനിറ്റി ഇല്ലാത്ത ഇവൻ ഇതല്ല ഇതിന്റെ അപ്പുറവും ചെയ്യാം. ചിന്തിച്ചാലും കുറ്റം പറയാൻ പറ്റില്ല. അത് എന്റെ ഒരു വേർഷനായിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് പറഞ്ഞാൽ, അല്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ വേറെ രീതിയിൽ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ വിചാരിക്കും. എന്റെ ഒരു വേർഷൻ ഇതിന്റെ ഒരു കാര്യം ഞാൻ എന്താണെങ്കിലും ഈ ക്യാപ്റ്റൻസി എൻജോയ് ചെയ്യും. ഇവൻ എന്ത് ചെയ്യുന്നതാണ് അവിടെ എൻജോയ് ചെയ്യുന്നത്. മറ്റുള്ള ആളുകൾ ദ്രോഹിച്ചിട്ടാണ് ഇവൻ എൻജോയ് ചെയ്യുന്നത്. മറ്റുള്ള ആളുകൾ മേളിൽ കയറിയിട്ട് ഇതാണോ നിന്റെ എൻജോയ്മെന്റ്? ഇന്ന് കണ്ട് നിന്റെ എൻജോയ്മെന്റ്, നിന്റെ എൻജോയ്മെന്റ് എവിടെ വരെ പോകുന്നത് കണ്ട് അതെല്ലാം കൂടെ ചേർത്താണ് കിട്ടിയത്. പിടികിട്ടിയോ? അതെല്ലാം കൂടെ ചേർത്ത് ഇനി കിട്ടുന്നുണ്ട്. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ബാക്കി നാട്ടുകാരുടെ കിട്ടുന്നത് നിന്റെ എൻജോയ്മെന്റ്. നീ എൻജോയ് ചെയ്ത് കൂടിയതിന്റെ ഫലമാണ് ഇപ്പൊ അനുഭവപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ പേടിച്ച് ദൂരെ കിടന്നു, പേടിച്ച്
പോവാന്ന് പറഞ്ഞു. അപ്പോഴാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് ഷാനവാസിനെ ഹോസ്പിറ്റലിലോട്ട് മാറ്റിയേക്കാണ്. ഇപ്പൊ ഷാനവാസ് തിരിച്ചു വരില്ല. നിങ്ങൾ ആലോചിച്ച് ഇത്രയും സാഡിസ്റ്റായിട്ടുള്ള ഒരുത്താണ്, മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ട് അവൻ പറയുന്ന വാക്കാണ് എൻജോയ് ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യം ചിലപ്പോൾ ശരിയായിരിക്കും. എന്റെ ആ ഒരു തിയറി ഇവരുടെ ഈ കാര്യം നോക്കുമ്പോൾ മനഃപൂർവ്വം വിട്ടു കൊടുക്കാതിരിക്കുന്നതാണ് ബാക്കിയുള്ള ആളുകൾ ടാസ്ക് പ്രോപ്പറായിട്ട് കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവരൊക്കെ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ട്. ബാക്കിയുള്ള ആളുകൾക്ക് 2 നേരം കൊടുത്തിട്ട് ഇവരൊക്കെ നല്ല രീതിയിൽ അതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കുന്നുണ്ട്. ബിഗ് ബോസ് ഓരോ ടാസ്ക് കൊടുക്കുമ്പോൾ തന്നെ ഇവനെ തിന്നോണ്ടാണ് ആ ടാസ്ക് ചെയ്യാൻ പോകുന്നത്. എന്തിനാണ് കഴിവില്ല അതിനുശേഷം അവർക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം കണ്ടു കാണുന്നത്. ആ ചപ്പാത്തി കുഴയ്ക്കുന്ന ആ ഒരു പാത്രമായിട്ട് വന്ന് അത് കഴിവില്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഇഷ്യൂ ആണ്. അത് പ്രോപ്പറായിട്ട് കഴുകി തരാതെ ഫുഡ് ഉണ്ടാക്കില്ല എന്ന് നെവിനും അക്ബറും ആര്യനും പറയുന്നു. ആ സമയത്ത് നൂറ പോയിട്ട് ഞങ്ങൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. ഷാനവാസും അതിനകത്ത് കയറി കൂടുന്നു. അപ്പോഴാണ് നെവിൻ ഇവർക്ക് ലക്ഷറി ബഡ്ജറ്റ് കിട്ടിയ മറ്റേ യോഗോട്ട് പാലും എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകുന്നത്. ആ പാലിനകത്ത് ഷാനവാസ് കയറി പിടിക്കുന്നത്. അപ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഷാനവാസിന്റെ ദേഹത്തോട്ട് പാലെല്ലാം കോരി ഒഴിച്ച് ഷാനവാസിനെ ഇവിടെ കെട്ടിയിടിക്കുന്നത്. സ്റ്റിൽ ഞാൻ പറയുന്നു അതൊരു ഭയങ്കര ഒരു ഹാർഡ് ഹിറ്റിംഗ് ആണെന്ന് ഞാൻ പറയുന്നില്ല. അത് വളരെ മൈൽഡായിട്ടാണ് കവർ ഇട്ട പോലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഷാനവാസ് ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നത് നെവിൻ നെഞ്ചത്ത് എറിഞ്ഞു വരും. അതിനേക്കാളും വലിയൊരു തെളിവില്ല. ഷാനവാസാണ് പറയുന്നത് നെവിൻ നെഞ്ചത്ത് എറിഞ്ഞു. അപ്പോഴാണ് പുള്ളി താഴെ വീണത്. അത് കഴിഞ്ഞിട്ട് അതുവരെ നമുക്ക് സഹിക്കാം. ഒരു ഷാനവാസിന് ഓൾറെഡി ഹാർട്ടിന് പ്രോബ്ലം ഉള്ളതാണ്. അതൊന്നും മനസ്സിലാക്കാതെ ഓപ്പോസിറ്റിനേക്കാൾ റിയാക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അറിയാതെ സംഭവിക്കും. പക്ഷെ അതിനേക്കാളും മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇത് കഴിഞ്ഞിട്ട് ഇവന്മാർ മൂന്നെണ്ണം. ഈ അക്ബറാണെങ്കിലും നെവിനാണെങ്കിലും ആരിനാണെങ്കിലും അവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയത്. ആദ്യം ഡ്രാമ 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 എന്ന് പറഞ്ഞു ആക്ടിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ അവിടെ കിടക്കുമ്പോൾ തിരിഞ്ഞു പോലും നോക്കാതെ അല്ല കഴുകന്മാർ ചുറ്റും കിടന്ന് അങ്ങോട്ടും കൊണ്ട് കറങ്ങുന്നതിന് ഇത് ഡ്രാമയാണ് ഡ്രാമയാണെന്ന് പറഞ്ഞു ഈ പന്ന കളയാൻ പന്ന ഈ നല്ല കഴിവേറി മകൻ കടന്ന് ബഹളം വെക്കുവാണ്. ഈ മൂന്നവന്മാർ ഒരുപോലെ പറഞ്ഞിട്ടുണ്ട് ഡ്രാമയാണ് ഡ്രാമയാണ് ഡ്രാമയാണ്. ഇതിനുശേഷമാണ് ഷാനവാസിനെ എല്ലാവരുടെ പൊക്കിയെടുത്ത് അവിടെ കൊണ്ട് ഇരുത്തുന്നത്. പുള്ളിക്ക് ഇരിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ കിടക്കുന്നുണ്ട്. ആ സമയത്ത് അനീഷ മാത്രമാണ് വന്ന് പറയുന്നത് ഷാനവാസെ സമയം വേസ്റ്റ് ആക്കാതെ നമുക്ക് കൺഫെഷൻ റൂമിലോട്ട് പോവാം. ബിഗ് ബോസ് കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ച് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് കൺഫെഷൻ റൂമിലോട്ട് കൊണ്ടുപോവാം. ഷാനവാസ് എണീക്കാൻ തയ്യാറാവുന്നില്ല. അനീഷ് പക്ഷേ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് കിടന്ന് വിറക്കിയാണ്. വിറക്കിയതെന്ന് എനിക്ക് തോന്നുന്നില്ല മെയിൻ എപ്പിസോഡിൽ കാണിച്ചു വന്നു. ഷാനവാസ് വിറയ്ക്കുന്നുണ്ട്. ഈ വിറയിലെല്ലാം അവിടെ കണ്ടപ്പോഴാണ് ഈ ഇത്രയും നേരം ഡ്രാമയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവന്മാർക്ക് ഒരു വെളിവ് വന്നു. അക്ബറിനൊക്കെ മനസ്സിലായത് ഇത് പുള്ളി ഡ്രാമ കളിക്കുന്നതല്ല. ഈ അക്ബറിന് ക്ലിയർ ആയിട്ട് അറിയാവുന്നതാണ് ഈ ഷാനവാസിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അന്ന് ഇവർ തമ്മിൽ അടിയുണ്ടായ സമയത്ത് രണ്ടുപേരും കൂടെ പുറത്ത് ആ വൈറ്റ് സോഫയിൽ പോയിട്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞു നോക്കുന്നില്ലേ. അന്ന് ക്ലിയർ ആയിട്ട് ഷാനവാസ് അയാളുടെ പ്രോബ്ലംസ് അക്ബറിനടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ അക്ബർ നെവിൻ അവൻ വെറും നാറിയാണ്. അവൻ ഒരു മനുഷ്യത്വം ഇല്ലാത്തവനാണ്. അവൻ അങ്ങനെ ചെയ്യാം. പക്ഷെ അക്ബർ അങ്ങനെ ചെയ്തത് അത് ഭയങ്കര റോങ് ആയിരുന്നു. അക്ബറിന് മനസ്സിലായി. അക്ബർ പുള്ളി കുറ്റബോധം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഇവർ പിടിക്കാൻ വേണ്ടി പിന്നെ വന്നത്. അവര് അനുമോളൊക്കെ ആട്ടി പറഞ്ഞു വിട്ടിട്ട് പിടിക്കാൻ വേണ്ടി വന്നത്. അല്ലെങ്കിൽ അക്ബറിന് മനസ്സിലായി ഇത് നെഗറ്റീവായിട്ട് പുറത്തോട്ട് പോകും. പുള്ളിക്ക് വയ്യാതെ നടക്കാണ്. പോയി സഹായിച്ചില്ലെങ്കിലും ഇത് വേറൊരു രീതിയിൽ നെഗറ്റീവായിട്ട് പുറത്തോട്ട് പോകും. അല്ലെങ്കിൽ അനുമോള് മാത്രമേ ഇവരെ പറഞ്ഞ് ഇവരെ നെഗറ്റീവ് ആക്കുമെന്ന് അക്ബറിന് മനസ്സിലായി. അതുകൂടെ തിങ്ക് ചെയ്ത കാര്യങ്ങളും അക്ബറാണ് എന്ന് സഹായിക്കാൻ വേണ്ടി വന്നത്. മാറി ഡ്രാമ എന്ന് വിളിച്ചിട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ആ ഒരു രീതിയിലാണ് എടുക്കുന്നുള്ളൂ. അങ്ങനെ ഈ അക്ബർ മാറികൂടെ വന്ന് ഷാനവാസിനെ പൊക്കിയെടുത്ത് നടക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അനുമോള് കയറി ആര്യനെ പിടിക്കുന്നുണ്ട്. അപ്പൊ ആര്യൻ ഈ അനുമോളുടെ കൈ ഇങ്ങനെ പിടിച്ച് ഒരു എയർ എറിയുന്നുണ്ട്. പിടിച്ച് തെള്ളുന്നുണ്ട് അനുമോളെ. ലൈവിനകത്ത് കാണിച്ചിട്ടില്ല. പക്ഷെ എപ്പിസോഡിനകത്ത് വന്നപ്പോൾ ആ സാധനം കാണിക്കുന്നുണ്ട്. ഈ സീസൺ 4 ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിലാണ് ഓമിനെയൊക്കെ പിടിച്ച് പുറത്താക്കിയതെങ്കിലും അനുമോളുടെ കൈ പിടിച്ച് തിരിച്ചിട്ടാണ് ഇവൻ തള്ളുന്നത്. അതൊരു ഫിസിക്കൽ അസോൾട്ടായിട്ട് എടുക്കാനാണെങ്കിൽ കണ്ടില്ലേ കൈ തിരിച്ചങ്ങ് തള്ളി വിടുവാണ്. ഇത് വളരെ ക്ലിയർ ആയിട്ട് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ ആരും പിടിച്ച് തള്ളുന്നത്. ഇതിനെപ്പറ്റി പിന്നീട് ആദിലും അനുമോളൊക്കെ ഇത് സംസാരിക്കുന്നുണ്ട്. ഇവൻ അനുവിനെ അടിച്ചു എന്നുള്ള രീതിയിൽ. ഇത് കഴിഞ്ഞിട്ട് ഈ അക്ബറും ആര്യനും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വന്നതിന്റെ പേരിലാണ് പാട്ടാ ന്യൂസിന് പൊട്ടിയിട്ട് ഇവന്മാരുടെ നേരെ തിരിയുന്നത്. അന്നേരം ഈ തെള്ളു കാരണം അവിടെ ഒരു അടി ഉണ്ടാവുകയാണ്. ഈ അടി ഉണ്ടാവുന്ന സമയത്ത് പിടിച്ചോണ്ട് പോയ ഷാനവാസിനെ അവിടെ ഇരുത്തുകയാണ്. എന്നിട്ട് ആ മനുഷ്യനെ അവിടെ ഇരുത്തിയിട്ട് അനീഷ് മാത്രമുണ്ട് ഷാനവാസിന്റെ കൂടെ. ആ മനുഷ്യനെ അവിടെ ഇരുത്തിയിട്ട് അതിന് ചുറ്റും നിന്നിട്ട് ഇവറ്റകളെല്ലാം കൂടെ കടന്നു ബഹളം വെക്കുകയാണ്.
വന്നിട്ട് നെവിനെ നല്ല പറയുന്നുണ്ട്. മെയിൻ എപ്പിസോഡിൽ ഫിൽട്ടർ ചെയ്തിട്ടാണ് കാണിച്ചേക്കുന്നത്. ബിഗ് ബോസ് വിളിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ കാലും കയറ്റിയിരിക്കുകയാണ്. നെവിൻ എന്ന് വിളിക്കുന്ന സമയത്ത് കാലുമേ കയറിയിരിക്കുകയാണ്. അത് ബിഗ് ബോസ് ശകാരിക്കുന്നുണ്ട്. എന്താ വിളിച്ചത് കേട്ടില്ലേ, എണീക്കാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചിട്ട്. അന്നേരമാണ് അവൻ ചാടി എണീറ്റ് സോറി ബിഗ് ബോസ് പറഞ്ഞ് ചാടി എണീക്കുന്നത്. എന്നുവെച്ചാൽ ബിഗ് ബോസിന്റെ അടുത്ത് വരെ വളരെ അറഗന്റ് ആയിട്ടാണ് ഇവ നിൽക്കുന്നത്, ഈ നെവിൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഷാനവാസിനെ കൂടുതൽ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകും. നെവിനെ കൺഫെഷൻ റൂമിൽ വിളിക്കുന്നു. കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ടാണ് ഈ കാര്യം പറയുന്നത്. ഷാനവാസ് വന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ ഇതിനോട് സംസാരിക്കുന്നു. ഈ ഒറ്റ വരി പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുകയാണ്. ഇതിന്റെ ഇടയിൽ കൂടെ അനീഷിന് വോമിറ്റിംഗ് വരുന്നുണ്ട്. കാര്യം പ്രോപ്പറായിട്ട് ഫുഡ് കിട്ടുന്നു. അനീഷൊക്കെ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. നല്ല രീതിയിൽ കഴിക്കുന്നത്. പ്രോപ്പറായിട്ട് ഫുഡ് കിട്ടാവുന്നപ്പോഴത്തേക്കും പുള്ളിക്ക് അത് ഗ്യാസ് വോമിറ്റ് ചെയ്യാം. പിന്നെ അനീഷ് കൺഫെഷൻ റൂമിൽ പോകുന്നുണ്ട്. അനീഷ് ഡോക്ടറെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവന്മാർ ഫുഡ് ഉണ്ടാക്കുകയാണ്. ഫുഡ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട്. നമ്മുടെ പാട്ടാളികൾക്ക് കഴിക്കാൻ വേണ്ടി പോകുന്നില്ല. അനീഷ് മറ്റു നിർബന്ധിക്കുന്നു. അവരുണ്ടാക്കിയ ഫുഡല്ലേ, ഇത് എല്ലാവരും കൂടെ ഉള്ള ഫുഡല്ലേ, വന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നു. പക്ഷെ കഴിക്കാൻ പോകുന്നില്ല. അപ്പോഴത്തേക്ക് നെവിൻ വന്നിട്ട് ഡയലോഗ്, ഇനി കിച്ചണിൽ കയറിയിട്ട് ആർക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം, അത് ഞാൻ വരുത്തിയ മാറ്റം എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഷോ അവിടെ ആർക്കും എന്തും ഉണ്ടാക്കും. കാര്യം എന്ന് പറഞ്ഞാൽ പേടിച്ച് അവൻ ഉള്ളി അവൻ നിക്കറേ ഉള്ളി. അതുകൊണ്ടായിരിക്കും ഇടയ്ക്ക് പോയിട്ട് ഡ്രസ്സ് മാറ്റി. വാർത്തയായിട്ട് പിന്നെ അറിയത്തില്ല. അത്രയും പേടിച്ചത് ഇത്രയും ഈ ഒരു രീതിയിലോട്ട് പോകുന്നു വിചാരിച്ചു. അവന്റെ തോന്നുന്നത് അങ്ങ് നടക്കുമെന്ന് വിചാരിച്ചു. ഇവിടെ വളരെ എവിടെയായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ക്യാപ്റ്റന്മാരെ ബിഗ് ബോസ് തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഈ 2 അവന്മാർ ആരിനാണെങ്കിലും അക്ബറിനാണെങ്കിലും ഒരു വിലയും അവിടെ നെവിനാണ് പറയുന്നത്. നെവിൻ പറയുന്ന പോലാണ് കാര്യം. നെവിൻ ആ പാത്രത്തിൽ ഇന്നുണ്ടാക്കിയ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാത്രം കിച്ചണിൽ കയറണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിൽ കയറണ്ട. കിച്ചണിൽ നിങ്ങൾ കയറിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിൽ കയറാം എന്ന് പറഞ്ഞാൽ നെവിൻ പറയും. മറ്റുള്ളവർ അനുസരിക്കും. അവർക്ക് അവിടെ വോയിസ് ഇല്ല. ഇന്നത്തെ ഏതെങ്കിലും എപ്പിസോഡിൽ അക്ബറോ ആര്യനോ ആരെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം ഇവൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്നതുകൊണ്ട് നാളെ ഉറപ്പുണ്ടോ? ഇത് 10 വീക്കോ സെക്കൻഡ് വീക്കോ അല്ല, 2 ആഴ്ചയോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നാലെയാണ്. അന്നേരമാണ് ഇവനൊക്കെ ഈ അടിമക്കളി കളിക്കുന്നതിന്റെ അകത്ത്. അക്ബറിനൊക്കെ കുറച്ച് തന്റെ ഇത്രയും പേടിച്ചൂടിയാണെന്ന് വിചാരിച്ചു. നീക്ക് എല്ലാവരുടെ മുഖത്ത് നോക്കി ഒപ്പീനിയൻ പറയുന്ന ഒരുത്തരാണെന്ന് തെറ്റുകളുള്ള ചൂണ്ടിക്കാണിക്കുന്ന ഇത് ചെയ്ത് തെറ്റ് ന്യായീകരിച്ചോണ്ടിരിക്കുകയാണ്. നെവിന്റെ അടുത്ത് പറയാണ്, നീ അത് അടിച്ചതുകൊണ്ടൊന്നും ആയിരിക്കത്തില്ല പുള്ളി വീണത്, പുള്ളിക്ക് വേറെ സർക്കിട്ട് വീണത്. ഈ രീതിയിലാണ് അക്ബർ സംസാരിക്കുന്നത്. ഇന്നലെ അനുമോളുടെ ബെഡിൽ നെവിൻ വെള്ളം ഒഴിച്ച സമയത്ത് അക്ബർ വന്നിട്ട് നെവിനെ ന്യായീകരിക്കുകയാണ്. അവിടെ ക്ലിയർ ആയിട്ട് നെവിന്റെ ഭാഗത്ത് തെറ്റുണ്ട്. അത് അക്ബറിന് മനസ്സിലായതാണ്. അവരവിടെ നടക്കുന്ന മെഴുകാണ്. എന്തിനാണ് ഇങ്ങനെ വൃത്തിയുടെ രീതിക്ക് നീ അടുത്ത ആഴ്ച പുറത്തു പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടിയും ഇത്രയും നാളെ ഗ്രൂപ്പ് ഉണ്ടാക്കി ഏറ്റവും അവസാനം ബിഗ് ബോസ് നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിനാണ് നല്ല പശുവും പാലിൽ തന്നെ പണി കിട്ടിയത്. പശുവും പാലിൽ പണി കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ കിട്ടി. അവരുടെ ക്യാപ്റ്റൻ ആകണമെന്നുള്ള ഭൂമിയൊന്ന് മാറിക്കാണും അക്ബറിന്റെ. ആദ്യത്തെ തവണയാണ് ഈ ബിഗ് ബോസ് സീസണിൽ ക്യാപ്റ്റൻ ആവുന്നത് അവസാനത്തിൽ. ഇതിനുശേഷം നമ്മുടെ പാട്ടാളികൾക്കെല്ലാം കൂടെ പോയിട്ട് അവർക്ക് വേണ്ട അനിയും കാര്യങ്ങളൊക്കെ അവരിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അന്നേരം എന്തിനവിടെ അടിക്കുന്ന ഒരു ഡയലോഗ്, ആ ഡയലോഗ് അടി കേട്ടത് ഇവന്റെ സെക്കൻഡ് അടിക്കാൻ അടിക്കുന്നു. 2 രീതിയിൽ അടി ഇടുക എന്ന് പറയുന്നത് നീ ഇത്രയും നാൾ ചെയ്തു ചീപ്പല്ലാത്തൊരു കാര്യം കാണിച്ചത്. ബിഗ് ബോസ് ഹൗസിൽ ചീപ്പിനൊരു പര്യായം ഉണ്ടെങ്കിൽ അതിന് നെവിൻ എന്ന് പേരിടും. നീ ഇത്രയും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ചീപ്പെന്ന് വിളിക്കാൻ പറ്റില്ല കേട്ടോ. ചീപ്പെന്ന് വിളിച്ചാൽ കുറഞ്ഞു പോകും. അത്രയ്ക്ക് നാറിയ പ്രവൃത്തിയാണ് ചെയ്തത്. നീ എന്ത് മെസ്സേജാണ് പിന്നെ ഇത്രയും നാൾ കൊടുത്തത് ഷോയിൽ?